എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ പ്രസന്റിംഗ് ദ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഓഫ് കളംകാവൽ ഡയറക്ടർ ബൈ ജിതിൻ കെ ജോസ്. ജിതിൻ കെ ജോസിന്റെ ആ ഒരു കളംകാവൽ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ലുക്കിംഗ് പോസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടാണ് ഇനി അങ്ങോട്ട് ഭാവിയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയാനുള്ളത്. ഈ ഒരു ഒറ്റ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ എന്തെന്ന് ഒരു അല്പസ്വല്പമൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇതിന് തൊട്ടു മുമ്പ് തന്നെ വന്നായിരുന്നു മമ്മൂട്ടിക്ക് പുതിയ സിനിമയിൽ 21 നായികമാരാണ് ഉള്ളത് എന്നൊരു കണക്കെടുപ്പൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. നോക്കൂ, ഈ ഒരു കളങ്കാവ് എന്ന് പറയുന്ന ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഇതുവരെയും കാണാത്ത, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേക ഭാവത്തിലുള്ള ഒരു പുഞ്ചിരിയുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത്. ഒപ്പം തന്നെ ആ ഒരു പുഞ്ചിയുടെ പുറകില് അടക്കി വെച്ച ഒരു ക്രൗര്യം, ഒരു ക്രൂരത കൂടി ആ ഒരു മുഖത്ത് നമുക്ക് ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. ഒരു പക്ഷേ മമ്മൂട്ടി അങ്ങനെയാണ്, എപ്പോഴാണ് ഈ ചെങ്ങാതി ഓരോ തരത്തിലുള്ള ഭാവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പറയില്ല. ഇങ്ങനെയാണ് ഇതൊരു പുറകില്, ഈ ഒരു ചിരിക്ക് പുറകില് ഒരു ക്രൗര്യമുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു കഥ മോഹൻകുമാർ വിവേകാനന്ദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സയനൈഡ് മോഹൻ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാരണം മമ്മൂട്ടിക്ക് 21 നായികമാർ എന്ന് വരുന്ന സമയത്ത് ഈ സയനൈഡ് മോഹൻ കൊന്നുകളഞ്ഞതും 21 പെൺകുട്ടികളെയാണ്. ഇനി ആരാണ് സയനൈഡ് മോഹൻ എന്ന് വെച്ചാൽ മാംഗ്ലൂർക്കാരനാണ്. പെൺകുട്ടികളെ, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവർ വിവാഹം കഴിച്ച് അവരെ എവിടേക്കൊക്കെ യാത്ര കൊണ്ടുപോയി. ഒരുപക്ഷെ അതിനു മുമ്പ് അതിന് ശേഷമോ യാത്ര കൊണ്ടുപോയി, പിന്നീട് ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഗുളിക കൊടുത്ത്, ആ ഗുളിക മിക്കവാറും സയനൈഡ് ആയിരിക്കും, അങ്ങനെ കൊന്നുകളയുന്ന രീതിയായിരുന്നു ഇദ്ദേഹം ചെയ്ത്. 20ഓളം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. 18-19 കൊലപാതകത്തിലാണ് ഇദ്ദേഹത്തെ പിടിക്കപ്പെട്ടത്. 5ാമത്തെ 6ാമത്തെ കൊലപാതകം വരെയാണ് ഇപ്പോൾ ഇതുവരെ ഇദ്ദേഹത്തിന്റെ കേസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമാണ് വിധി പറഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റുള്ളവർക്ക് വിധി പറയാൻ അവിടെ കിടക്കുന്നു എന്നർത്ഥം. നോക്കൂ, എന്താണ് ഇദ്ദേഹം എന്നുള്ളതാണ്. എന്തായാലും ഈ ഇദ്ദേഹം സയനൈഡ് മോഹൻ എന്തായിരുന്നു എന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കഥയിലും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സയനൈഡ് മോഹൻ ഒരു പ്രൈമറി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. 1980 മുതൽ 2003 വരെയാണ് ദക്ഷിണ കന്നഡയിലാണ് ഇദ്ദേഹം പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ 2009 കൂടിയിട്ടാണ് ഇദ്ദേഹം പെട്ടെന്ന് ഒരു പെൺകുട്ടി ഡിസപ്പിയർ ആവുന്നത്. ആ പെൺകുട്ടിയുടെ പേര് അനിത എന്നാണ്. 22 വയസ്സാണ് ഒരു പെൺകുട്ടിക്കുള്ളത്. ആ പെൺകുട്ടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ മൊബൈൽ ഫോണുകളായി കേന്ദ്രീകരിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവസാനം ഈ ഒരു മനുഷ്യരിലേക്ക്, സയനൈഡ് മോഹനിലേക്ക് കേസ് അന്വേഷണം എത്തുകയും ഇദ്ദേഹം ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നതും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ ഒരു കഥയെക്കുറിച്ച് ഒരു സീരീസിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദ ഹാദ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മോഹൻകുമാർ വിവേകാനന്ദ് എന്ന് പറയുന്ന സയനൈഡ് മോഹന്റെ കഥയാണ്. വിജയവർമ്മയാണ് ഈ സയനൈഡ് മോഹനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടത്. പാവപ്പെട്ട വീട്ടുകളെ, പെൺകുട്ടികളെ സഹായിച്ച് അവർക്ക് സാമ്പത്തിക സഹായം നൽകുക, കല്യാണം കഴിക്കുക, പിന്നെ ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിക്കാനൊക്കെ പ്രേരിപ്പിക്കുക, അതിനുശേഷം അവർക്ക് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുക, പിന്നീട് അവരെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഒരു സീരിയൽ കില്ലർ. വളരെ സൂത്രശാലി എന്ന് പറയാം. കാരണം 20 18ാമത്തെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പിടിക്കപ്പെടുന്നത്. അതുവരെ ഇദ്ദേഹത്തെ ഒരാൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഏകദേശം 8 എപ്പിസോഡുള്ളൊരു സീരിയലാണ്, എപ്പിസോഡുകളാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുക. എന്തായാലും കഴിയുമെങ്കിൽ കാണാൻ സാധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അതില് കൃത്യമായിട്ടും സയനൈഡ് മോഹന്റെ കഥാപാത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് 21ഓളം നായികമാരെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു വാർത്ത കൂടി വരുന്ന സമയത്ത് ഇതില് വില്ലനായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ഒരു സംശയമില്ല, അത് സയനൈഡ് മോഹന്റെ ആ ഒരു കൊലപാതക കഥ തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടി ഈ വേഷം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. മമ്മൂട്ടി ഈ വേഷം തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം മുമ്പ് തന്നെ ഇദ്ദേഹം ഈ വേഷത്തിനായിട്ട് സമ്മതം മൂളിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തന്റെ ഫാൻസുകളൊന്നും അത്രയൊന്നും എന്താ പറയുക കാര്യമായിട്ട് മമ്മൂട്ടി എടുക്കുന്നില്ല. എന്തോന്ന് ഫാൻസുടെ, അതിലൊന്നും വലിയ കാര്യമില്ല. എന്തോന്ന് ഫാൻസ്, ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഒരുപക്ഷെ എൻ്റെ ഫാൻസ് പോലും വെറുത്തു പോകുന്നൊരു വേഷമാണ്. അത് ഞാൻ ഒരു വലിയ സംഭവമാണ് എന്നാണ് പറഞ്ഞു വെക്കാൻ പോകുന്നത് അദ്ദേഹം. എന്തായാലും അങ്ങനെ ഫാൻസ് പോലും വെറുത്തു പോകുന്ന സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് മമ്മൂട്ടി ജോൺ ബ്രിട്ടാസിനോടാണ് വെളിപ്പെടുത്തത്. അതും ഒരു പെൺകുട്ടികളെ, സ്ത്രീകളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു കളയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ചെയ്യാൻ പോകുന്നത്. പക്കാ നെഗറ്റീവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇവിടെ പറഞ്ഞത്
എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രം തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കാൻ ഏറെയുണ്ടെന്നർത്ഥം. അങ്ങനെ ഒരു സീരിയൽ കില്ലറിന്റെ ഒരു നെഗറ്റീവ് കഥാപാത്രം ഇതുവരെയും മമ്മൂട്ടി ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് താൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തൊട്ടപ്പുറത്ത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് നമ്മുടെ ഐ ഫോർഡ് ഹിസ് നെയിം വിനായകൻ ചേട്ടനാണ്. സോ ഒരു സംശയമില്ല, അതിഗംഭീരമായിട്ടുള്ള ഒരു വേഷം തന്നെ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്നു വിചാരിക്കാം. സൈനയുടെ മോഹൻ തന്നെയാണെങ്കിൽ ഒരു സംശയമില്ല, സിനിമ പൊരിക്കും. ആ സിനിമ പൊരിക്കുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നേ. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലെ മമ്മൂട്ടിയുടെ കണ്ണുകളിലേക്ക്, ആ പുഞ്ചിരിയിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുവരെയും അങ്ങനത്തെ ഒരു ചിരി മമ്മൂക്ക ചിരിച്ചിട്ടില്ലല്ലോ എന്ന്, അങ്ങനത്തെ ഒരു കണ്ണോട് കൂടിയുള്ളൊരു നോട്ടം അദ്ദേഹം നോക്കിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ. ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ, കൂടെ നിൽക്കുക. ബൈ.